അയ്യോ എനിക്കെതിരോ വാസവനോ? പുള്ളി പറയാൻ ഒരു സാധ്യതയില്ല. ഓ, അവിടെ കല്ലറയിലെ പോസ്റ്റർ ഒട്ടിച്ചതിനെ കുറിച്ചാണ്, അതല്ലേ പ്രശ്നം. ഞാൻ ചോദിക്കാം, അത് കറക്റ്റാണോ? എന്താ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ? എന്താ? അത് തന്നെയാണല്ലോ പ്രശ്നം. ഉമ്മൻചാണ്ടി ഭരിച്ചിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ കൊണ്ട പോസ്റ്റർ ഒട്ടിച്ചത് ശരിയാണോ? അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? അതിൽ ജനങ്ങളുടെ ഒരു മാപ്പ് പറയുന്നതിന് പകരം അതിന് മറ്റുള്ള ആളുകളുടെ പേരിൽ ആക്ഷേപം പറയുന്നത് ശരിയാണോ? വാസവനെ പോലെയുള്ള കേരള ക്യാബിനറ്റിലിരിക്കുന്ന ഒരു വ്യക്തി ആ നിലയിലാണോ ചിന്തിക്കുന്നത്? പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയായിട്ട് 2-3 പ്രാവശ്യം അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്തതല്ലേ? അദ്ദേഹം ഒരു എതിർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ബഹുമാനം ഉണ്ടാകേണ്ടതല്ലേ? എന്നിട്ടും ആ കല്ലറയിലെ പോസ്റ്റർ ഒട്ടിച്ചതിനെ ഇൻഡയറക്റ്റായിട്ട് അംഗീകരിക്കുന്ന ഒരു സമീപനം അദ്ദേഹം എടുത്തത് ശരിയായില്ല. ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരാൾ എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുമില്ല. അത് ചെയ്യരുതായിരുന്നു. ഇനി എന്താണെന്ന് ചോദിച്ചു. എന്തടിസ്ഥാനത്തിലാണ് അത് CPM മാപ്പ് പറയണമെന്ന് പറയുന്നത്? CPM ആദ്യം പരാതി കൊടുത്തത് CPM ആണ്. ഈ വിഷയത്തിൽ CPM പങ്കില്ല. ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ അവിടെ കൊണ്ടുവച്ചതിനകത്ത് എന്തിന് CPM-ന്റെ തലയിൽ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരോപണം ഉന്നയിച്ചു? താങ്കളെപ്പോലുള്ള ഒരാൾ അതിനെതിരെ മാധ്യമങ്ങളെ കണ്ട ആരോപണം ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മാധ്യമങ്ങളെ കണ്ടല്ല, മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചതാണ് ആണല്ലോ, അതിന് സാക്ഷിയാണല്ലോ. അതിന് ഞാൻ വേറെ സാക്ഷിയെ കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാണ്. ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ഉത്തരം എന്താ? ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിനെ ഇനിയും അപമാനിക്കണോ എന്നുള്ളതല്ലേ എൻ്റെ ചോദ്യം. അതിനകത്ത് എന്താ തെറ്റ്? അതല്ലേ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നതല്ലേ? അതിനകത്ത് എന്താ തെറ്റ്? നിങ്ങളുടെ അടുത്ത് ഇതുപോലൊരു കാര്യം വന്നാൽ നിങ്ങൾ അതിനോട് എന്ത് സമീപനം എടുക്കുന്നത്? ഇനിയും പാവം ഉമ്മൻചാണ്ടി ഉപദ്രവിക്കണോ എന്ന് ചോദിക്കില്ലേ? ഞാൻ ചോദിച്ചതാണ്. വാസവനും അതേ വികാരം ഉണ്ടാകുമെന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹം അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് തിരിക്കുന്നത് എന്തിനാ? ഞാൻ CPM ആണെന്ന് പറഞ്ഞില്ലല്ലോ. CPM ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞോ? പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞ ഇതെടുത്തോളൂ, ആ ഓഡിയോ എടുത്തോളൂ, കേക്ക്. എന്തോ അല്ല, അതാണ് ഇവിടെ പറഞ്ഞത്. അത് ഏറ്റുപിടിച്ച് ഈ രൂപത്തിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്, അതിന് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റോർട്ടഡ് വേർഷനിലല്ലോ കൊടുക്കേണ്ടത്. അതിന് മാപ്പെങ്കിലും പറഞ്ഞ പണി തീർക്കണ്ടേ? ആ പാർട്ടിയുടെ പേരിലല്ലേ ഇത് വന്നത്. അവന് മെൻ്റൽ ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഡോക്ടർമാർ തീരുമാനിക്കേണ്ടതാണ്. അത് ഇവിടെ തിരുവനന്തപുരത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ എന്താ അതിന് ചെയ്യേണ്ടത്? അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനെന്തിനാ ഇങ്ങനെ രൂക്ഷമായിട്ട് ആളുകൾക്കെതിരായിട്ടൊക്കെ ആക്ഷേപം പറയാനായിട്ട് ഇറങ്ങുന്നത്? അതിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ അതിനെക്കുറിച്ച് CPM-ന്റെ ഒരു റിയാക്ഷൻ വരികയും ചെയ്തല്ലോ. VN വാസവനെ പോലെ ഒരാൾ കേരള ക്യാബിനറ്റിൽ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി ഈ ഇഷ്യൂവിനകത്ത് ഇടപെട്ട് എന്തിനാണ് ഇതിനൊരു ഡിസ്റ്റർബേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്? അദ്ദേഹത്തിന് അറിയില്ലെന്തോ പറഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കല്ലേ? എന്തിനാ അതിനൊരു ഡിസ്റ്റോർട്ടഡ് വേർഷൻ ഉണ്ടാക്കിയ? എൻ്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ചെയ്തത് ശരിയോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശരിയല്ല എന്നാണ്. ഇതേപോലെ മെൻ്റൽ ബാലൻസ് ഉള്ള മുഴുവൻ ആളുകളും അത് ശരിയല്ല എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. അത് പറഞ്ഞല്ലേ അവസാനിപ്പിക്കേണ്ടത്. അത് ശരിയല്ലാത്തതുകൊണ്ടും അത് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കണമെന്നുള്ളതുകൊണ്ടുമല്ലേ കോൺഗ്രസ് പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ CPM ഈ വിഷയത്തിൽ പരാതി കൊടുക്കും. പരാതി കൊടുക്കേണ്ട കാര്യം സിയോമോട്ടോ കേസെടുക്കാം. അതിന് CPM-ന്റെ ഒരു പരാതിയുടെ ആവശ്യമൊന്നുമില്ല. CPM പരാതി പറയണമെങ്കിൽ CPM ഒരു കസ്റ്റോഡിയനാകണ്ടേ? കല്ലറയുടെ കസ്റ്റോഡിയൻ CPM അല്ലല്ലോ. അത് ഇവിടെ പുതുപ്പള്ളി പള്ളിയല്ലേ? അപ്പോൾ അതിനൊരു പരാതി CPM കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ പോലീസ് സിയോമോട്ടോ കേസെടുക്കണം. കാരണം ഇത് മുൻ മുഖ്യമന്ത്രിയാണ്, ചെറിയ ആളൊന്നുമല്ല. മുൻ മുഖ്യമന്ത്രി, 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ കല്ലറയിൽ അപമാനകരമായ ഒരു നടപടി എടുത്തതിൽ പോലീസിന് സിയോമോട്ടോ കേസെടുക്കാമല്ലോ. ആ കേസെടുത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതല്ലല്ലോ. ഞാൻ പറഞ്ഞ വാക്കുകൾക്കകത്ത് ഏതെങ്കിലും ഒരു ഭാഗം കുറ്റപ്പെടുത്തുന്നതിൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. തലേ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DC പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുന്നേ അദ്ദേഹം പോലീസിൽ പരാതിയല്ല, പോലീസ് അറിഞ്ഞെങ്കിലല്ലേ പോലീസിനെ കേസെടുക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം ചെയ്തത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് CPM-നെ കുറ്റപ്പെടുത്തുകയായിരുന്നു.
CPM അതിന് പിന്നാലെ പരാതി കൊടുത്തു. അത് ഇതിനകത്ത് CPM ഈ കാര്യത്തിൽ തെറ്റുകാരില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടല്ല അവർ പരാതി കൊടുത്തത്. മാത്രമല്ല CPM അതിനകത്ത് ഞാനിപ്പോൾ വാദവിവാദത്തിൽ വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ പറയുക, ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ എല്ലാ ആളുകളും അത്ര വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ വാദവിവാദത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. ആ വാദവിവാദം ഇല്ലാതെ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമായിരുന്നല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പോസ്റ്റാണ് അവിടെ ഒട്ടിച്ചത്. അത് ശരിയല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതാരായാലും ശരി ഞങ്ങളൊന്ന് അന്വേഷിക്കും എന്ന് പറയാമല്ലോ. നിങ്ങൾ പാർട്ടി തലത്തിൽ അന്വേഷിക്കാറില്ലേ? ഏതെല്ലാം കാര്യത്തിൽ പാർട്ടി തലം എന്നെക്കൊണ്ട് ലിസ്റ്റ് പറയിപ്പിക്കണോ? ഏതെല്ലാം കാര്യത്തിൽ പാർട്ടി തലത്തിൽ അന്വേഷിച്ചിട്ടുണ്ട്? ഇത് ഒരു അപ്പം പോലീസ് ചെയ്യേണ്ട പണിയും ചെയ്തില്ല. പോലീസിന് സിയോമോട്ടോ കേസെടുക്കാമായിരുന്നു, അവർ ചെയ്തില്ല. അതവിടെ നിൽക്കട്ടെ. കാരണം പോലീസിൻ്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല.